കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. അവിടെ കല്യാണോ കടിഞ്ഞൂലോ ഒക്കെ കഴിഞ്ഞോട്ടെ, ഇവൻ കാത്തിരിക്കും. കാശും കൊണ്ടല്ലാതെ ഗീത ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഒരു കാര്യം കൂടി, നിന്റെ മാഷച്ചൻ വാക്ക് തന്നത് മൂത്ത മകൾക്ക് ഷെയറായി കുറച്ച് വസ്തു തരുന്നുണ്ട്. അതും വെച്ച് താമസിപ്പിക്കണ്ട. പൈസ തരുന്ന കൂട്ടത്തിൽ അതിന്റെ ആധാരം കൂടി നടത്തണം. അങ്ങനെ 2 കാര്യങ്ങളും പെട്ടെന്ന് നടത്തിയിട്ട് തിരിച്ചു വരാൻ നോക്കും. അമ്മ പറഞ്ഞത് കേട്ടല്ലോ. എന്നാ പിന്നെ നമ്മൾ റെഡിയായി പോവല്ലേ മുല്ലമുറ്റത്തേക്ക്? നിന്റെ അച്ഛന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ വലിയൊരു ബാഗില് കുറെ ഡ്രസ് എടുത്ത് പാക്ക് ചെയ്തു. മാഷങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ നിന്നോട്? അങ്ങനെ വ്യക്തമായിട്ടൊന്നും ചോദിച്ചില്ല. എന്നാലും അച്ഛൻ എന്തോ ഒരു സംശയമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ എന്നെയും ഗിരിയെയും ടൗണിൽ വെച്ച് ഒരുമിച്ച് കണ്ടു കാണും. അച്ഛൻ്റെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ തുറന്ന് ചോദിക്കേണ്ടതാ. പാർക്കിലോ മറ്റോ മുട്ടിയിരുമി നിൽക്കുകയായിരുന്നോ നിങ്ങള്? ഒന്ന് പോവുമേ. ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ചാ ഗിരിയെ കണ്ടത്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മിക്കവാറും അച്ഛൻ കണ്ടിട്ടുണ്ടാവും. ടൗണിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറയാനുള്ള കാരണം അതാ. എങ്കിൽ ഗിരിയുടെ കാര്യം നീയായിട്ട് അച്ഛനോട് തുറന്നു പറയുന്നതാ നല്ലത്. ഇപ്പൊ അനുഭവിക്കുന്ന ഈ വീർപ്പ് മുട്ടൽ അതോടെ ഒഴിവാവുമല്ലോ. അത് ശരിയാവില്ല. അതെന്താ? ഞാനും ഗിരിയും തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെ വിവാഹം കഴിക്കാൻ ഗിരിക്ക് താല്പര്യമുണ്ടെന്ന് അച്ഛനോട് പറയണ്ടേ. പക്ഷേ ഗിരിക്കൊരു ജോലി ആയിട്ടില്ല. സ്വന്തമായി നിലനിൽപ്പാവാതെ എങ്ങനെയാ കല്യാണത്തിന് തയ്യാറാവുന്നത്? അച്ഛൻ ഇക്കാര്യം ചോദിക്കുന്നുള്ളത് ഉറപ്പാ. മാഷങ്ങള് മാത്രമല്ല, പ്രായോഗികമായി ചിന്തിക്കുന്ന ഏതൊരച്ഛനും അങ്ങനെ ചോദിക്കും. അത് അവകാശമല്ല, ഉത്തരവാദിത്വ. ഗംഗയുടെ ഈ ആശങ്കയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഗിരിയെക്കുറിച്ച് വീട്ടിൽ പറയാൻ നീ മടിക്കുന്നു. നിങ്ങളുടെ ബന്ധം മാഷങ്ങൾ അറിയുമോ എന്ന് ഭയപ്പെടുന്നു. അതിനർത്ഥം എന്താ? ഒരു തൊഴിലാവാതെ ഗിരിക്ക് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മാഷങ്ങൾ തയ്യാറാവില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. കക്ഷിക്ക് എന്നൊരു ജോലി ശരിയാവെന്ന് ഉറപ്പില്ല താനും. ചുരുക്കത്തിൽ അനിശ്ചിതത്വമാണ് മുന്നിൽ. ഇതിങ്ങനെ എത്ര നാളാ ഗംഗെ? നമ്മുടെ അച്ഛന്മാർ തമ്മിൽ വലിയ അടുപ്പമാ. വീടുകൾ തമ്മിലും അടുപ്പത്തില്ല. നമുക്കിടയിലും രഹസ്യങ്ങളില്ല. അതുകൊണ്ടാണല്ലോ ഇക്കാര്യങ്ങളൊക്കെ ഗംഗ എന്നോട് പറയുന്നത്. ആ വിശ്വാസത്തിന് പകരമായി ഞാൻ കാണിക്കേണ്ടത് ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത മുൻനിർത്തി പറയാ ഞാൻ. ഒരു എടുത്തുചാട്ടത്തിലേക്ക് ഗംഗ പുറപ്പെട്ടു പോകുന്ന എനിക്ക് സംശയമുണ്ട്. എടുത്തുചാട്ടോ? വീട്ടിൽ സമ്മതിക്കില്ല എന്ന മുൻവിധിയോടെ ഗിരിയോടൊപ്പം ഇറങ്ങിപ്പോവാൻ ഗംഗ തീരുമാനിക്കുമെന്ന് എന്റെ ഭയം.
ഇത്തരം അവസ്ഥകളിൽ പൊതുവെ എല്ലാരും അങ്ങനെയാണ് ചെയ്യുക. തികച്ചും അവിവേകമാണ് ചെയ്തതെന്ന് പിന്നീടാവും മനസ്സിലാവുക. അപ്പോഴേക്കും വൈകിപ്പോയിരിക്കും. മുല്ലമുറ്റത്തെ മാധവ മാഷിന് അഭിമാനം വലിയ സ്വത്താ. മാനം നഷ്ടപ്പെട്ട അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിൽ വീട്ടിലെല്ലാം തുറന്ന് സംസാരിച്ച് മാഷങ്ങളുടെ ഉപദേശം പോലെ ചെയ്യണം. അല്ലെങ്കിൽ ഗിരിയെ മറക്കണം. ഇല്ല, ഒരിക്കലും ഞാൻ ഗിരിയെ മറക്കില്ല. അതിനെനിക്കാവില്ല. അല്ലെങ്കിൽ ഗംഗ മരിക്കണം. അപ്പോ അറിയില്ല എനിക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രമേശ് ചേട്ടൻ ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ? നീ പുതിയ തീരുമാനം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? നമ്മൾ എന്ത് തീരുമാനം എടുക്കാൻ? ഉദ്യോഗവും ഇല്ല, ശമ്പളവും ഇല്ല. അതുകൊണ്ട് ആർക്കും തട്ടിക്കളിക്കാം. അതിന് ഉത്തരവാദി ഞാനല്ല. ഭർത്താവും വീട്ടുകാരും എനിക്കിട്ട വില 5 ലക്ഷം രൂപയാണെന്ന് ഓർക്കുമ്പോ അത് ഓർക്കുമ്പോ അഭിമാനമുണ്ടോ? അമ്മേ, ആഹാ, നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എവിടെയോ യാത്ര കഴിഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. അതോ പോകുന്ന വഴിയാണോ? രണ്ടുമല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാ. ഇവിടെ ഒരാൾക്ക് നിങ്ങളെ കാണാഞ്ഞിട്ട് വിഷമം. എങ്കിൽ പിന്നെ ആ പഴി തീർത്തേക്കാന്ന് വെച്ചു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. അച്ഛൻ ഇവിടെ ഇല്ലേ? ഇല്ല ചേച്ചി, തിരുവനന്തപുരം വരെ പോയിരിക്കാം. കല്യാണത്തിന് സ്വർണം ബുക്ക് ചെയ്യാനും മറ്റാണോ? അല്ല മോനെ, പെൻഷന്റെ പേപ്പർ എന്തോ ഇനിയും ശരിയാകാനുണ്ടെന്ന്. ഇനി എന്ത് പേപ്പർ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. രാവിലെ പോയിട്ടുണ്ട്. കല്യാണ തീയതി തീരുമാനിച്ചോ? നിങ്ങൾ അറിയാതെയോ? അത് കൊള്ളാം. നാളെ അവര് പെണ്ണ് കാണാൻ വരുന്നതേ ഉള്ളൂ. അന്നേരം നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് നല്ലതാ. ആ, എല്ലാവർക്കും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യാമല്ലോ. വന്ന പാടെ നിൽക്കാതെ വാ ഗീതേച്ചി. അതെ, വാരമേശ കാപ്പി ഇടാം. വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല. പോയിട്ട് കാര്യമുണ്ട്. എന്ന് വെച്ച് ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോകാം. വേണ്ട, കാപ്പിയൊക്കെ വിശദമായിട്ട് ഗീത കഴിച്ചോളൂ. എനിക്ക് ഓഫീസിൽ തന്നെ സമയം കഴിഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗംഗ. അപ്പൊ ശരി.
അകത്തേക്ക് ഇരിക്കാം. കൃഷ്ണ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. കട്ടൻ ചായ ഉണ്ടാക്കട്ടെ, അതാണല്ലോ ഇഷ്ടം. ദേവികെ, ഒന്നും വേണ്ട ഇപ്പോ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എന്റെ ഇഷ്ടങ്ങൾ മറന്നുപോയില്ലല്ലേ? എനിക്ക് ഓർക്കാൻ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ദേവികയ്ക്ക് ഒരു കത്തെങ്കിലും അയക്കാമായിരുന്നു. ഒരു പോസ്റ്റ് കാർഡിൽ ഒരേ ഒരു വരി. എങ്കിലെന്റെ അല്ല, നമ്മുടെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു. മനഃപൂർവ്വമല്ല. ഗർഭിണിയാണെന്നറിഞ്ഞ ദിവസം തന്നെ ഞാൻ ആ വിവരം കാണിച്ചുകൊണ്ട് കത്തെഴുതി വച്ചു. വെക്കേഷന് സ്കൂൾ അടച്ച സമയമായിരുന്നല്ലോ. പിറ്റേന്ന് എഴുത്ത് പോസ്റ്റ് ചെയ്യാനിരുന്നതാ. പോസ്റ്റ്മാൻ വരുമ്പോ കൊടുത്തു വിടുകയായിരുന്നു പതിവ്. അന്നയാൾ എനിക്കൊരു കത്തുമായിട്ടാണ് വന്നത്. കയ്യക്ഷരം കണ്ടപ്പോൾ അത് മാഷ് അയച്ചതാണെന്ന് മനസ്സിലായി. എങ്കിൽ അതിലെ വിവരം അറിഞ്ഞിട്ട് ഞാൻ എഴുതിയ കത്ത് അയക്കാമെന്ന് വിചാരിച്ചു. തുറന്നു നോക്കിയപ്പോ ക്ഷണക്കത്താണ്. മാഷിന്റെ കല്യാണം അറിയിച്ചുകൊണ്ടുള്ള ക്ഷണക്കത്ത്. വെക്കേഷന് വീട്ടിലെത്തിയപ്പോഴേക്കും ശാരദയുമായി അച്ഛനെൻ്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പെങ്ങളുടെ മകളെ രക്ഷിക്കണമെന്നുള്ള നല്ല വിചാരമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. എന്നോട് ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടായില്ല. കല്യാണം ഉറപ്പിച്ചു. നീ ശാരദയുടെ കഴുത്തിൽ മിന്നു കെട്ടണമെന്ന് ആജ്ഞാപിക്കുകയായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ദേവികയോട് വിളിച്ചു പറയാൻ ഫോണും മറ്റും ഇല്ലല്ലോ അന്ന്. കല്യാണക്കുറി കിട്ടിയപ്പോൾ ദേവികയ്ക്ക് നേരിട്ട് എൻ്റെ അടുത്തെത്താമായിരുന്നു. വിവാഹം ഉറപ്പിച്ചു എന്നുള്ളത് നേര്. അതിലും വലിയ സംഭവമാണല്ലോ തൻ്റെ കാര്യത്തിലുണ്ടായത്. അങ്ങനെ ഞാൻ അന്വേഷിച്ചു വന്നിരുന്നുവെങ്കിൽ അന്നുണ്ടാകുമായിരുന്ന കൊടുങ്കാറ്റിനെ പറ്റി ഓർക്കാത്തത് എന്താ? പത്തിരുപത് വർഷം മുൻപാണ്. ലോകം ഇത്രയും പരിഷ്കാരമൊന്നും കണ്ടിട്ടില്ല. കല്യാണം ഉറപ്പിച്ച് കത്തടിച്ച് ക്ഷണവും തുടങ്ങി. പെണ്ണ് ആരാണെന്ന് എനിക്ക് പരിചയവുമില്ല. ആരായാലും അവരെ അതെങ്ങനെ ബാധിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. തറവാടിനെ പറ്റിയും അച്ഛനെ പറ്റിയും മാഷെന്നോട് പറഞ്ഞിരുന്നല്ലോ. ഞാൻ വന്നിരുന്നെങ്കിൽ മാഷിന്റെ കുടുംബത്തിലുള്ളവർക്കും അത് സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഗർഭിണിയായി എന്നത് സത്യം. അതിലും വലിയ മറ്റൊരു സത്യമുണ്ട്. നമ്മൾ വിവാഹിതരായിരുന്നില്ല എന്നത്. തമ്മിൽ സ്നേഹമായിരുന്നുവെന്ന് ഒഴിവുകഴിവ് പറയാം. പക്ഷേ വീട്ടുകാരുടെയും സമൂഹത്തിന്റെയും മുന്നിൽ നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടാവില്ല. മാഷിന്റെ ജീവിതം തകരാൻ പാടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ ദേവികയ്ക്ക് ഒരു ജീവിതം ഉണ്ടായോ? തകർന്നു പോയില്ലേ? കാരണം ഞാനും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടേയില്ല. സംഭവം അറിഞ്ഞപ്പോ തന്റെ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് പറഞ്ഞില്ല. പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. വീട്ടിൽ നിന്ന് അച്ഛനെന്നെ പുറത്താക്കി. ദേവികെ, അമ്മയുൾപ്പെടെ ആരും എനിക്ക് വേണ്ടി സംസാരിച്ചില്ല. ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം പിടിച്ചു നിന്നത്. നമ്മൾ ജോലി ചെയ്തിരുന്ന മലപ്പുറത്തെ സ്കൂളിൽ നിന്നും അപ്പോഴേ സ്ഥലം മാറ്റം വാങ്ങി. പിന്നെ ഞാൻ അവിടേക്ക് പോയിട്ടേയില്ല. അവിടെ ഉണ്ടായിരുന്ന ആർക്കും ഒന്നും അറിയുകയില്ല.
വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ഞാനും അവധിയെടുത്തിരുന്നു. അപേക്ഷിക്കാതെ തന്നെ എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. കൃഷ്ണ വന്നു. മോളെ, അമ്പലത്തിൽ പോയിരുന്നു അല്ലേ? ഭഗവാനെ കാണാൻ വേണ്ടി മാത്രമല്ല ഞാൻ പോയത്. പിന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടുമ്പോഴുള്ള വികാര നിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിൽക്കാതെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണേ ഈ പെണ്ണ്. കേട്ടില്ലേ മാഷേ, അച്ഛന്റെ ശാസനയില്ലാതെ വളർന്നതിന്റെ കുഴപ്പ. ഏയ്, എനിക്കിതാ ഇഷ്ടം. പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് ശ്വാസം വിടാതെയും വായ പൊത്തിച്ചിരിച്ചും ജീവിക്കണമെന്നില്ല. വീട്ടിൽ ഗംഗ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. രൂപത്തിലും പ്രകൃതത്തിലും രണ്ടുപേരും തമ്മിൽ വല്ലാത്ത സാദൃശ്യമാണ്. ഫ്ലാഷ് ബാക്കുമായി നിന്നതല്ലാതെ അച്ഛന് കുടിക്കാനൊന്നും കൊടുത്തില്ലേ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് ഭംഗി വാക്ക്. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കട്ടൻ ചായയിൽ നാരങ്ങ ചേർത്ത് വേണോ അതോ ബ്ലാക്ക് ടീയിൽ ലെമൺ ചേർത്ത് വേണോ? ഏതായാലും മതി. ഓക്കെ. നമ്മുടെ മോള് ഗംഗയ്ക്ക് ആര് മുഖാന്തര ഈ ആലോചന വന്നത്? അതോ നെറ്റിലോ പത്രത്തിലോ പരസ്യം കൊടുത്തിരുന്നോ? ഒന്നുമല്ല, അപ്പുറത്തെ വാര്യസാറിന്റെ ഇടപാടാ. പുള്ളിക്കാരന്റെ അതേ ബാങ്കിലാ ജോലി ചെയ്യുന്നത്. ബാങ്ക് ആവുമ്പോ കൂടെ കൂടെ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കോ ഗംഗെ? ആ, എനിക്കറിഞ്ഞൂടാ. നിനക്ക് എന്തായാലും ഭാഗ്യമുണ്ട്. ബാങ്കുകാർക്ക് പണ്ടേ നല്ല ശമ്പളമാണെന്നാ പറയാറ്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ അവധിയും. അതിന് എനിക്കല്ലല്ലോ ബാങ്കിൽ ജോലി. നീ എന്താ ഫോൺ എടുക്കാത്തത്? ഓ, ഒരു കൂട്ടുകാരിയോ വെറുതെ സമയം കൊല്ലാൻ വേണ്ടി വിളിക്കുന്നത്. നീ അവളുടെ ഒരു ഭാവമാറ്റം ശ്രദ്ധിച്ചോ ഗീതേ? എന്താ അമ്മേ? കല്യാണക്കാരി സംസാരിച്ചപ്പോ അറിഞ്ഞൂടാ എന്തിനാ എപ്പോഴാ എന്നൊക്കെയാ മറുപടി. അവക്ക് മൊത്തത്തിൽ താല്പര്യമില്ലാത്ത പോലെയാ പെരുമാറ്റം. അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാ. അങ്ങനെയല്ല, ഈ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോ മുതൽ അവൾ എതിർക്കുന്നുണ്ട്. പെണ്ണിന് ആരോടോ അടുപ്പമുണ്ടെന്നാ എന്റെ സംശയം. അടുപ്പോ? ആരോട്? അതറിയില്ല, എന്തോ കൊനഷ്ടുണ്ട്. അതാ ഇങ്ങനെ തെന്നി ഒഴിഞ്ഞ് നടക്കുന്നത്. അത്തരത്തിൽ അവളെന്തെങ്കിലും സൂചന തന്നോ? ഇല്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്തോ കൊനഷ്ടുള്ള കാര്യമാണെന്ന്. ഞങ്ങളോട് പറയാൻ പ്രയാസമാണെങ്കിൽ നിന്നോട് പറയാലോ. നീ അതൊന്ന് ഏൽക്കണം. എന്താ അവിടെ മനസ്സിലെന്ന് നീ അറിയണം. നേരിട്ട് ചോദിച്ചോ എങ്ങനെയായാലും വേണ്ടില്ല. അല്ലാതെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മതി 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 ദേവിയെ, ഇത് തന്നെ അധികമായി. ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. ഇന്നത്തെ ദിവസം പന്ത അമ്മയുടെ കോട്ടില്. ഞാൻ ഈയിടെ ഭക്ഷണം വളരെ കുറച്ചിരിക്കുക. പ്രായം കൂടുന്തോറും ആഹാരം കുറയ്ക്കണം, അതാ നല്ലത്. ചീരത്തോരനും മുരിങ്ങയ്ക്കായിട്ട് അവിയലുണ്ടെങ്കിൽ അച്ഛന് മറ്റൊന്നും വേണ്ടെന്നാ അമ്മ പറയാറ്. ഇതൊക്കെയാണോ ഇവിടുത്തെ സംസാര വിഷയങ്ങൾ എന്നായിരിക്കും അച്ഛനിപ്പോ ആലോചിക്കുന്നത്. അതെ, അമ്മ അച്ഛനെ കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. അച്ഛന്റെ അസാന്നിധ്യത്തിലും ആ പരാമർശങ്ങൾ കേട്ടാ ഞാൻ വളർന്നത്. മതി വിശദീകരിച്ചത്. സമാധാനമായിട്ടിരുന്ന് കഴിച്ചോട്ടെ. അതേടോ, ഞാൻ നിർത്തുക. ഇതൊക്കെ തന്നെ ധാരാളം. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. അപ്പുറത്ത് അമ്മയും ഗീതിച്ചുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് എത്തി സോളമനെ കണ്ടു.
എന്നിട്ട് വിവരം പറഞ്ഞു. അവനാകെ തിരക്കില്ല. എന്നാലും എന്റെ കാര്യമായതുകൊണ്ട് അവൻ ഉപേക്ഷിക്കാൻ പറ്റിയില്ല. ജോലി ശരിയാക്കാൻ ഏറ്റു ഗിരി. സോളമൻ ഏറ്റെങ്കിലും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ ഗംഗെ? അത്യാവശ്യം നമുക്കല്ലേ, ജോലി തരുന്നവർക്കല്ലല്ലോ. എന്നാലും നടക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയില ഞാനും ഇവിടെ കഴിയുന്നു. പ്രതീക്ഷയോടെ നീ അവിടെ കാത്തിരിക്കുമെന്നുള്ള വിശ്വാസമാണ് എന്റെ ബലം. ഇവിടെയാണെങ്കിൽ പെണ്ണ് കാണലിന്റെ ഒരുക്കങ്ങളാ. ഗീതേച്ച അതും പ്രമാണിച്ചാണെന്ന് തോന്നുന്നു വന്നത്. ഹലോ ഹലോ